പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാ, നേരെ വന്നിട്ട് ഓക്കെ ഒന്നും പഠിക്കുന്നില്ല, എനിക്ക് ഇന്ന ആൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് വെച്ചിട്ട് എന്നാൽ ഞാനിവിടെ ചെയ്യാം എന്ന രീതിയിലോട്ട് വരുന്നു. ഒരാൾ ഈ ഒരു പഠിക്കണമെന്ന് ഇൻറ്റൻഷനിൽ വരികയും അവരൊരു ഫീസ് പേ ചെയ്ത് നിൽക്കുമ്പോഴാണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ 110% റീഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിനെ പഠിക്കാനായിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്ന് വളരെ എളുപ്പമാണ്. ഒരാഴ്ച ടൈം മതി. 2-3 ദിവസം നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് 3 വർഷം ഇല്ലെങ്കിൽ 5 വർഷം ഒരാൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മെന്റൽ സ്റ്റേറ്റ് അതിലോട്ട് എത്തിക്കാനായിട്ടാണ്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ പറയാം ഓക്കെ ഫൈൻ നമുക്കിത് വാങ്ങിക്കാം, ചെറിയൊരു എമൗണ്ട്, അതിപ്പോൾ ഒരു ക്വാണ്ടിറ്റി സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന രീതിയിൽ ഒരെണ്ണം വാങ്ങിക്കും. നമസ്കാരം, ഇന്ന് നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു പ്രോഫിറ്റിന് വേണ്ടി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് അത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുക. ട്രേഡിങ്ങിനെ പറ്റി ലളിതമായി ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം. പക്ഷേ ഈ ഒരു അറിവ് വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്സ് ആൻഡ് ഡൗൺസ്, കൂപ്പുകുത്തൽ, ചാഞ്ചാട്ടം, അങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. ഇവിടെയാണ് ട്രേഡ് മാക്സ് അക്കാഡമി ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ട്രേഡ് മാക്സ് അക്കാഡമി CEO അരുൺ മുരളിയാണ്. വിശദമായി തന്നെ ചോദിച്ചറിയാം. അരുൺ, വെൽക്കം. അരുൺ ഒരു ബിസിനസ്സുകാരനായിട്ടാണ് ഈ ഫീൽഡിലേക്ക് എത്തിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒരു ഫിനാൻസ് ട്രേഡിംഗ് കോച്ച് അങ്ങനെ ആ രീതിയിലേക്ക് മാറുന്നത്? എന്താണ് ഈ ട്രേഡ് മാക്സ് അക്കാഡമി? സോ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിനൊപ്പം തന്നെ ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ട്, സൈഡ് ബിസിനസ് ആയിട്ട്. ബട്ട് എന്നാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലേറ്റർ ഒരു സെറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ബിസിനസ്സൊക്കെ ഫെയിലിയർ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡിംഗ് ആയിരുന്നു. കാരണം ഡെഫിനറ്റ്ലി ഫിനാൻസ് വേണമല്ലോ, ഫിനാൻഷ്യലി നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് തന്നെയായിരുന്നു എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലേറ്റർ ഞാനത് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ഏൺ ചെയ്യുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരാണ് പറഞ്ഞത് നീ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്, നിനക്ക് എന്നാൽ ഇത് എന്തുകൊണ്ട് കൂടുതൽ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ട്രെയിനിങ് കമ്പനി ആയിരുന്നു. ദെൻ ലാസ്റ്റ് പിന്നെ ഇതിപ്പോൾ മാക്സ് അക്കാഡമി എന്ന രീതിയിൽ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ട്, പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പൈസ ഉണ്ടാക്കാം എന്ന ചിന്താഗതിയാണ്. അത് മാറ്റി വെച്ചിട്ട് ഇവിടെ റിസ്ക് ഉണ്ട്, പക്ഷേ എന്നാൽ ഈ റിസ്കിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യുക, ഇല്ല റെഡ്യൂസ് ചെയ്തിട്ട് നല്ല ഇൻവെസ്റ്റ്മെൻറ്റോട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ കൂടുതൽ ആൾക്കാരും പ്രോഫിറ്റ് മാത്രം എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകും, ബട്ട് എന്നാൽ നഷ്ടങ്ങളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിത് സക്സസ് ആകാൻ പറ്റും. പിന്നെ പല കാറ്റഗറിയാണ്. ഇപ്പം നമുക്കൊരു സൈഡ് ഇൻകം ആയിട്ടാണെങ്കിൽ ആ രീതിയിൽ നോക്കുക, ഇല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ടൈമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അത് വേണമെങ്കിൽ നോക്കുക. അതല്ല ഇതൊരു പ്രൊഫഷൻ ആക്കണമെന്നാണെങ്കിൽ ഇൻട്രാഡേയിലോട്ട് നിന്നിട്ട് അവിടെ നിന്ന് മാസ്റ്റർ ചെയ്തിട്ട് പയ്യെ സ്വിങ് അങ്ങനെ പയ്യെ മാസ്റ്റർ ചെയ്ത് പോകുന്നതാണ്. എപ്പോഴും ഒരു വിപണിയെ പറ്റി അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലേ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഏത് കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കോൺസെൻട്രേഷൻ അതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊരു ഫുൾ ടൈം കരിയറായി എടുക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഫസ്റ്റിനെ പറ്റി നന്നായിട്ട് ലേൺ ചെയ്യുക. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് 5,000+ സ്റ്റുഡൻസെ നമ്മൾ ഇതുവരെ ടീച്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു 3 years ആയിട്ട്. അപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. പഠിച്ചു കഴിഞ്ഞ് ഓക്കെ 3 മാസം പഠിക്കുന്നു, നേരെ ട്രേഡ് ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ചിന്താഗതിയിലോട്ടാണ് പോകുന്നത്. അത് മാറ്റിയിട്ട് ഒരു 6 മാസമെങ്കിലും നമ്മൾ ലേൺ ചെയ്യാൻ വേണ്ടി മാത്രം കൊടുക്കുക. പിന്നെ ട്രേഡ് ചെയ്യുക, നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ആ നഷ്ടങ്ങൾ കുറയ്ക്കാൻ, പിന്നെ ബ്രേക്ക് ഈവൻ ആകുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 6 stages ആണ്. അതായത് ഒരു 3 വർഷമെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യണം. ഇപ്പം നമ്മളൊരു എഞ്ചിനീയർ ആകാൻ 4 വർഷം കൊടുക്കുന്നു, ഇല്ല ഒരു ഡോക്ടർ ആകാൻ 5 years കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഫഷൻ, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെക്കാട്ടിലും എല്ലാത്തേക്കാളും കൂടുതൽ റിട്ടേൺസ് തരുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇത്രയും കൊടുത്താൽ മതിയോ? പോരാ. ഇവിടെ കൊടുക്കേണ്ട ഹാർഡ് വർക്കും ഇവിടെ കൊടുക്കേണ്ട എഫേർട്ടും ടോട്ടലി ഹൈ ആണ് നമ്മൾ മറ്റ് ബാക്കിയുള്ള പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ എല്ലാവരും 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് മാത്രമല്ല ഫെയിലിയേഴ്സിനെ ഇഷ്ടപ്പെടണം. കാരണം നമ്മൾ ഇതിലോട്ട് കയറുമ്പോഴത്തേക്ക് മൊത്തം ഫെയിലിയേഴ്സ് ആയിരിക്കും. ലൈക്ക് എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അരുൺ മാർക്കറ്റ് വിൽ ബീറ്റ് യു ഡൗൺ ടു ദ നീ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസും കാര്യമൊക്കെ ഉണ്ടല്ലോ. സോ ഞാനപ്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നു. ബട്ട് ലാസ്റ്റ് അത് തന്നെ സംഭവിച്ചു. എന്നെ പഠിപ്പിച്ചു എന്താണ് പേഷ്യൻസ് എന്ന്, എന്താണ് ഡിസിപ്ലിൻ എന്ന്. ഓൾമോസ്റ്റ് ഒരു 3 years എടുത്തു എനിക്കും സക്സസ്ഫുൾ ആകാനായിട്ട്. പക്ഷേ എന്നാൽ ഞാൻ കുറേ അധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തു, കുറേ അധികം കാര്യങ്ങൾ ഇതേന്ന് പറഞ്ഞ് മാത്രം നിന്നുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ. അരുൺ, അതുപോലെ ഒരുപാട് ഈ റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഈ റിസ്ക് എലമെന്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിലുള്ള ക്യാഷ് കൊണ്ട് മൊത്തം ഇൻവെസ്റ്റ് ചെയ്യരുത്. വേറെ കുറേ അധികം ആൾക്കാരുണ്ട് കടം വാങ്ങിച്ചിട്ടുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ പൈസ പോകുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങളോട്ട് വരികയും ഇല്ല പിന്നെയും കൂടുതൽ കടങ്ങൾ വാങ്ങിച്ച്
വാങ്ങിച്ചിട്ട് പല പ്രശ്നത്തിലോട്ട് പോകാറുണ്ട്. അതായത് നമുക്കിപ്പം ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ മാത്രമേ ഞാൻ റിസ്ക് വെക്കുന്നുള്ളൂ, ഇതിനനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യത്തുള്ളൂ എന്നൊരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓരോ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്, ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ സ്റ്റോക്കിലോട്ട് വരികയാണ്, ഇവിടെ കൂടുതൽ റിസ്ക് ഉണ്ട്. ലൈക്ക് കമ്മോഡിറ്റീസ്, അതായത് ഗോൾഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ അത്രയും റിസ്ക് ഇല്ല. സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ ഗോൾഡിലോ അങ്ങനത്തെ കമ്മോഡിറ്റീസ് അത്ര റിസ്ക് ഇല്ല, കുറവാണ്. ഇല്ലെങ്കിൽ ഇപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് വരികയാണെങ്കിൽ പിന്നെയും റിസ്ക് കുറവാണ്. ഇല്ല SIPs ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലോട്ട് പോകുകയാണെങ്കിൽ പിന്നെയും അവിടെ കുറവുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ പോകേണ്ടത്. അല്ലാതെ എനിക്ക് എല്ലാം ഓക്കെ ആണെന്ന് വെച്ചിട്ട് നേരെ പോയിട്ട് ട്രേഡിംഗ് ആണ് ഏറ്റവും റിസ്ക് കൂടിയ സ്ഥലം, അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരിപ്പോൾ സൂചിപ്പിച്ചു SIP പറ്റിയിട്ട്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അത് സാധാരണഗതി നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ നമുക്ക് കൂടുതലായി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അത് ഈ പരമ്പരാഗത രീതികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് സിപ്പ്? SIP എന്ന് പറയുമ്പോൾ അതൊരു മെത്തേഡാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ നിശ്ചയിക്കുന്ന ദിവസം, നമ്മൾ നിശ്ചയിക്കുന്ന എമൗണ്ട്, നമ്മൾ നിശ്ചയിക്കുന്ന അസറ്റ് ക്ലാസ്സസിലോട്ട് പോകുന്നതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. അതിപ്പോൾ ഗോൾഡിലോട്ടാകാം, അതിപ്പോൾ റിയൽ എസ്റ്റേറ്റിലോട്ടാകാം, അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോട്ടാകാം, സ്റ്റോക്സിലോട്ടാകാം, എന്ത് തന്നെ വേണമെങ്കിലും ആകാവുന്നതാണ്. ദെൻ ഇതെന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തരുന്ന റിട്ടേൺസ് വളരെ ഹൈ ആണ്. എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ആവറേജിങ് നടക്കും. നമ്മൾ എല്ലാ മാസമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ഇട്ടു, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ കുറയും. ബട്ട് എന്നാൽ ഇതെന്ന് വെക്കുന്നത് ചെറിയൊരു എമൗണ്ട് എല്ലാ മാസവും വീണുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് ആവറേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു വെൻ കമ്പയർഡ് ടു നമ്മുടെ ട്രഡീഷണൽ രീതി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് നമുക്കിത് ബെറ്റർ തന്നെയാണ്. ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിങ്സ് പലപ്പോഴും നടക്കാറുള്ളത്, റിട്ടേൺസ് കിട്ടാറില്ല. ജസ്റ്റ് ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അല്ലാതെ അവർ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലൊന്നും തന്നെ അവിടെ ലഭിക്കുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടും. ഒരു 10 to 15% നമുക്ക് ഇയർലിയൊക്കെ സുഖമായിട്ട് നമുക്ക് SIPസിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റും. SIP മാത്രമല്ല, SWP ഉണ്ട്, അതായത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. SIP എന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാ മാസവും ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ലാസ്റ്റ് അതിൻ്റെ ടെന്യൂർ കഴിയുമ്പോൾ മാത്രമേ നമുക്കത് ഇറങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. ബട്ട് എന്നാൽ SWP എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് വിഡ്രോ ചെയ്യാൻ പറ്റും. SIPയെക്കാളും ഇച്ചിരി ബെറ്റർ SWP എന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു. ഇപ്പം ഞാൻ പറയാം, ഒരു സാധാരണക്കാരനാണ്, സ്റ്റോക്ക് വാങ്ങണം അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, ട്രേഡിങ്ങിനൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്, ഒരു 2 ലക്ഷം അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വെച്ച് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാ, നേരെ വന്നിട്ട് ഓക്കെ ഒന്നും പഠിക്കുന്നില്ല, എനിക്ക് ഇന്ന ആൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് വെച്ചിട്ട് എന്നാൽ ഞാനിവിടെ ചെയ്യാം എന്ന രീതിയിലോട്ട് വരുന്നു, ഹ്യൂജ് എമൗണ്ട് ഇടുന്നു, വാഷ് ഔട്ട് ആവുന്നു. ഇത് ആക്ച്വലി സ്ട്രാറ്റജീസിൻ്റെ ഗെയിം അല്ല, ഒരു മൈൻഡ് സെറ്റാണ്. നമ്മൾ ആ ഒരു സെർട്ടൻ ടൈമിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ്റെ ഗെയിമാണിത് ആക്ച്വലി. ആൻഡ് മെൻ്റലി നമ്മൾ നല്ല സ്ട്രോങ് ആകേണ്ടതായിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഫെയിലിയേഴ്സിനെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്ത് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യണം. അതായത് ഈ കമ്പനി പ്രീവിയസ്ലി എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിട്ടേൺസ് എങ്ങനെയുണ്ടായിരുന്നു, ഇനി ആ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടിടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അറിയാവുന്ന ആൾക്കാരോട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറയുന്ന റെക്കമെൻഡേഷൻസ് വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് നമുക്ക് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ത്വര ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ആകുമ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ടൂൾസോ റിസോഴ്സസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്? നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നും അറിയാത്ത ഒരാളെ നമ്മൾ പഠിപ്പിക്കും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ബെറ്റർ ആയിരിക്കും, എങ്ങനെ ഈ റിസ്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, എങ്ങനെ കൂടുതൽ പ്രോഫിറ്റ്സ് ഗെയിൻ ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ട്രേഡ് മാസ്റ്റർ അക്കാഡമിയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ലെറ്റ്സ് ബിഗിനേഴ്സ് ആണെങ്കിലും വളരെ ബേസിക്സിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഇല്ല ഇൻവെസ്റ്റിംഗ് എന്താണ്, ഇല്ല ട്രേഡിംഗ് എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. യെസ് അരുൺ, അതുപോലെ ഞാൻ ഈ യൂട്യൂബ് ചാനലുകൾക്ക് ഒരുപാട് കാണാറുണ്ട്, അവിടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിട്ട് ആളുകൾ വരാറുണ്ട്. പിന്നെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യുള്ള കമ്പനികളെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഈ സോഷ്യൽ മീഡിയ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡ് മാക്സ് അക്കാഡമി അതിനുപരിയായിട്ട് എന്താണൊരു സ്പെഷ്യലൈസേഷൻ ഉള്ളത്? ഇപ്പം ഞാൻ തന്നെ പഠിച്ച ടൈമിൽ എനിക്ക് കുറേയധികം കൺസേൺസ് ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും ഇല്ലാത്ത ക്യാഷ് കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നു, കാരണം എന്തെങ്കിലും ആയി തീരണം എന്നൊരു ചിന്താഗതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ വിചാരിച്ചൊന്നും കിട്ടുന്നില്ല, നമ്മുടെ കയ്യിലെ പൈസയും പോയി, നമുക്ക് അവിടെ ഒന്നും എക്സ്പെക്ട് ചെയ്ത കാര്യവും കിട്ടിയെന്നില്ലാത്ത സിറ്റുവേഷൻ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ ഈ ഒരു പഠിക്കണമെന്ന് ഇൻറ്റൻഷനിൽ വരികയും അവരൊരു ഫീസ് പേ ചെയ്ത് നിൽക്കുമ്പോഴാണെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ 110% റീഫണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രമല്ല ഒരു 10% എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ
ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വേറെ ഒരു കൺസേൺ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ പഠിപ്പിച്ച കാര്യങ്ങളിൽ പഠിപ്പിച്ച ആൾ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് ബെറ്റർ ആയിരുന്നു. കാരണം എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു പേടി വരും. ഞാൻ എടുക്കുന്ന ഡിസിഷൻ തെറ്റാവോ, ഇല്ല ശരിയാണോ, ഇല്ല പ്രോഫിറ്റ് ആണോ, ലോസ് ആകുമോ എന്നൊരു സംഭവം വരുന്നതായിരിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് അവേഴ്സിൽ ലൈവായിട്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പം നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ ലൈവായിട്ട് ട്രേഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടുന്ന് എടുക്കാം, ഇത് കുഴപ്പമില്ല, ഇതിൻ്റെ വ്യൂ ഇന്നതാണ് എന്ന രീതിയിൽ ഒരു സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ട്രേഡിങ്ങിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ഡിവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വേണമെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു നേട്ടം? അത് സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സെർട്ടൻ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ആ ഒരു മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ മൊത്തം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൗൺ ആയിപ്പോവും. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ കൊറോണ സമയത്തായിരുന്നെങ്കിൽ ഫാർമ സെക്ടേഴ്സ്, മീഡിയ സെക്ടേഴ്സ് നല്ല രീതിയിൽ കയറി. കാരണം ആർക്കും എങ്ങും പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ഇപ്പം വണ്ടികളാണെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നില്ല. പ്രൊഡക്ഷൻ നടന്നാൽ തന്നെ സെയിൽസ് നടക്കുന്നില്ലല്ലോ, ആരും അയക്കുന്നില്ല ആ ഒരു 3 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോട്ടോർ സെക്ടേഴ്സ് എല്ലാം നേരെ ഡൗൺ ആയി. മീഡിയ സെക്ടേഴ്സും ഫാർമ സെക്ടേഴ്സും എല്ലാം അപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടാണ് പല ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സ്റ്റോക്സിലാകാം, ഈ അസറ്റ് ക്ലാസസ് എന്ന് പറയുന്നത് സ്റ്റോക്കിലാകാം, ദെൻ കമ്മോഡിറ്റീസ് അതായത് ഗോൾഡിലോ സിൽവേഴ്സിലോ ഒക്കെ തന്നെ ആകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺസേൺ ഉണ്ട്, 70,000 രൂപ 50,000 രൂപ വേണമല്ലോ എന്നുള്ളത്. പക്ഷേ എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കിതിൻ്റെ ETFs ഉണ്ട്. അതായത് ഇതിന് വെറും ഒരു ലോട്ടിന് ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു 60 രൂപയേ ഉള്ളൂ. എല്ലാ ദിവസവും നമ്മളിത് വാങ്ങിച്ച് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് $60 ഉള്ളൂ, റൈറ്റ്? സോ നമ്മൾ ആ ഒരു 60 രൂപ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ആകുമ്പോൾ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആവും. ഞാൻ ഡെയിലി വാങ്ങിക്കുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ പറയാം ഓക്കെ ഫൈൻ, നമുക്കിത് വാങ്ങിക്കാം, ചെറിയൊരു എമൗണ്ട്. അതിപ്പോൾ ഒരു ക്വാണ്ടിറ്റി സംതിങ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന രീതിയിൽ ഒരെണ്ണം വാങ്ങിക്കും. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഡെയിലി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് വാങ്ങിച്ചിട്ട് വാങ്ങിക്കാറുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഒരു ദീർഘകാല സാമ്പത്തിക സ്രോതസ്സാക്കി കൂടെ ഇത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. കാരണം എല്ലാ ട്രേഡേഴ്സിലും എല്ലാ ടോപ്പ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ട്രേഡേഴ്സ് ആയിരുന്നു. ലാസ്റ്റ് അവർ സ്വിംഗ് ട്രേഡേഴ്സ് ആയി, അല്ലെങ്കിൽ സ്വിംഗ് ഇൻവെസ്റ്റേഴ്സ് ആയി, പിന്നെ ടോട്ടലി അവർ ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡിങ്ങിലൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ അതിലേക്ക് ഇറങ്ങാൻ മടിച്ച് നിൽക്കുകയാണ്. കാരണം ഹാർഡ് ഏൺ മണിയാണ്, അതങ്ങനെ കൊണ്ട് കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അവരോട് എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? നമ്മൾ റിസ്ക് എടുത്തേ പറ്റത്തുള്ളൂ. റിസ്ക് എടുക്കുക, അതിൽ എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, ഇല്ലേ ബെസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റി മാത്രമേ ഞാൻ ട്രൈ ചെയ്യത്തുള്ളൂ എന്ന മെൻറ്റാലിറ്റി അങ്ങ് മാറ്റി വെക്കണം. എനിക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റി ഞാൻ ട്രൈ ചെയ്യും. ഞാൻ എല്ലാ ഡോറിൽ പോയി കുട്ടി നോക്കും. എനിക്കറിയത്തില്ല എനിക്ക് ഏതാ ഓപ്പൺ ചെയ്യുന്നതെന്ന്. എനിക്ക് ഓപ്പൺ ചെയ്യുന്നതിന് വരെ ഞാൻ കുട്ടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു മെൻറ്റാലിറ്റി ആയാൽ മതി. ബാക്കിയുള്ള എല്ലാവരും ഇപ്പം എനിക്ക് തന്നെ വരാറുണ്ട്, പലരും വിളിച്ചു സാർ ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഏതാ വായിക്കുന്നത്. ഞാൻ അത്യാവശ്യം ബുക്ക്സ് വായിക്കാറുണ്ട്. സോ അപ്പോൾ പലരും കണ്ടിട്ട് ചോദിക്കുന്നത് സാർ ഏറ്റവും ബെസ്റ്റ് ബുക്ക് ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഓക്കെ ഫൈൻ, നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറയും ജസ്റ്റ് ഈസി മെത്തേഡ്സ് ഉണ്ട്. യൂട്യൂബിൽ പോവുക, ബെസ്റ്റ് ബുക്സ് ഓൺ ഡിസിപ്ലിൻ, ബെസ്റ്റ് ബുക്സ് ഓൺ പേഷ്യൻസ്, ലിസ്റ്റ് കിട്ടും. ആ ഒരു 5 ബുക്ക് വായിക്കാൻ പറയും. ഇവർക്ക് ഒറ്റ ബുക്ക് മതി, അത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്ന ചിന്താഗതിയാണ്. അതുപോലെയാണ് ഇവരെ ഇപ്പം പഠിക്കാൻ വരുമ്പോഴത്തേക്ക് ഇവർക്ക് വേണോ വേണ്ടയോ എന്നൊരു കൺസേണിൽ നിൽക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും. ഇതിനു വേണ്ടി നമ്മൾ ഇപ്പോൾ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ പൈസ ഇച്ചിരി ഇറക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യണം. സക്സസ്ഫുൾ ട്രേഡിംഗ് കരിയർ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾക്കൊരു ഇന്ന ക്വാളിറ്റി വേണം, അല്ലെങ്കിൽ ഇന്ന് സ്കില്ല് വേണമെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ മൈറ്റ് ബി നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പേഷ്യൻസ് ആയിരിക്കും, നല്ല ഡിസിപ്ലിൻ കാരണം ഫോക്കസ്ഡ് ആയിരിക്കും. പക്ഷേ മാർക്കറ്റിൽ വേണ്ട വേ ഓഫ് ഡിസിപ്ലിൻ, വേ ഓഫ് പേഷ്യൻസ് ടോട്ടലി ഹൈ ആണ്. അപ്പോൾ അതിലോട്ട് അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നന്നായിട്ട് ഇപ്പം നമ്മൾ മാർക്കറ്റിനെ പഠിക്കാനായിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സ്ട്രാറ്റജി പഠിക്കണമെന്ന് വളരെ എളുപ്പമാണ്. ഒരാഴ്ച ടൈം മതി. 2-3 ദിവസം നന്നായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് 3 വർഷം ഇല്ലെങ്കിൽ 5 വർഷം ഒരാൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ മെൻ്റൽ സ്റ്റേറ്റ് അതിലോട്ട് എത്തിക്കാനായിട്ടാണ്. ഈ ലോസസ് വരുമ്പോൾ കുഴപ്പമില്ല, ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ഡേ നമുക്ക് ക്യാച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ ലോസസ് വരുമ്പോൾ തിരിച്ച് കൂടുതൽ ട്രേഡ് ചെയ്ത് ആ ലോസസിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഇന്നിത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണം, അടുത്ത ദിവസം നമുക്ക് ഗെയിൻ ചെയ്യാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരണം. സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം, പെട്ടെന്നായിരിക്കും. കാരണം മാർക്കറ്റിങ്ങിനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡ്സിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും, വേണോ വേണ്ടയോ, എത്ര % റിസ്ക് എടുക്കണം, എത്ര % ടാർഗറ്റ് വെക്കേണ്ടത്, ഇതെല്ലാം നമ്മുടെ കൺസേൺ ആയിരിക്കണം. സോ ഡെഫിനറ്റ്ലി നമ്മൾ സ്ട്രോങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ എന്തായാലും ട്രേഡിങ്ങിനെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ കുറച്ചെങ്കിലും പ്രേക്ഷകർക്ക് മാറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പഠനം അല്ലെങ്കിൽ ഒരുപാട് നിരീക്ഷണം നമ്മളൊരു സ്കിൽ ആവശ്യമാണ്. കാരണം എന്തൊക്കെ മാർക്കറ്റിൽ നടക്കുന്നു, എന്തൊക്കെ ഫ്ലക്ച്വേഷൻസ് നടക്കുന്നു എന്ന് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക, നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ട്രേഡ് മാക്സ് അക്കാഡമി പോലെയുള്ള സ്ഥാപനങ്ങളുടെ സഹായം തേടാൻ കഴിയുന്നതുമാണ്. എന്തായാലും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഒരു വഴികാട്ടിയായി തീരാൻ ഈ അല്പസമയം ഉപകരിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം.